നീ ടെൻഷൻ അടിക്കണ്ട. ഇത്തവണ പ്രൊഡ്യൂസർ എന്തായാലും സെറ്റായിരിക്കും. അമ്മാതിരി വർക്കല്ലേ നമ്മൾ ചെയ്തു വച്ചേക്കുന്നത്. ആ, ഞാനിവിടെ നിൽക്കുക പുള്ളിയെ കാണാൻ. പുള്ളി ഇപ്പം വരും. ബൈ. നമ്മുടെ കഥ നടക്കുന്നത് പാലക്കാടിലെ അതിനിഗൂഢമായൊരു കുഞ്ഞു ഗ്രാമത്തിലാണ്. സമയം രാത്രി ഒരു 8-8:30 മണി. ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്പേസ്ഷിപ്പ്. ആ സ്പേസ്ഷിപ്പ് ആകട്ടെ ആ ഗ്രാമത്തിലെ ഒരു വലിയ ആൽമരത്തിൽ കുടുങ്ങുകയാണ്. ആ ആൽമരത്തിൽ പാടെ ചോനനുറുമ്പുകൾ. ആ ചോനനുറുമ്പുകൾ ആ സ്പേസ്ഷിപ്പിന്റെ വയറുകൾ കടിച്ചു മുറിക്കുകയാണ് സാർ. അങ്ങനെ ആ ഗ്രാമത്തിൽ അകപ്പെട്ടു പോകുന്ന പാവമേലിയും ഇതാണ് സാർ ഞങ്ങളുടെ കഥ. നല്ല തൊലിഞ്ഞ കഥ. ഇതാണോ എൻ്റെ കഥ? ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. നല്ലൊരു 1.5 കഥ. മുടപ്പനക്കുന്നിനും പച്ചിലത്തുരുത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമം, അമ്മിണിക്കടവ്. പ്രശാന്ത സുന്ദരമായ ഒരു കുഞ്ഞു ഗ്രാമം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ അഭിപ്രായങ്ങളുള്ളവരുടെ ഗ്രാമം. ഇവരെക്കുറിച്ച് ചിലപ്പോൾ ആലോചിച്ചാൽ നമുക്ക് തോന്നും ഇവർ വലിയ ബുദ്ധിമാന്മാരാണെന്ന്. എന്നാൽ ചിലപ്പോഴോ ഇതുപോലെയുള്ള പൊട്ടന്മാർ എവിടെയെങ്കിലും ഉണ്ടോയെന്നും തോന്നിപ്പോവും. ഈ 2 കാര്യത്തിലും ഭയങ്കര ഒത്തൊരുമയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ കഥയാണ്. ആരുടെ പറമ്പിൽ കയറി ഫോട്ടോ എടുക്കുന്നു? ദേ, ഈ കാണുന്നതാണ് ദുബായിൽ ജോലി ചെയ്യുന്ന വിക്രമൻ ചേട്ടൻ്റെ വീട്. വിക്രമൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് തൊട്ടേ ഒരു കട്ട മമ്മൂട്ടി ഫാൻ ബോയ് ആയിരുന്ന ഇദ്ദേഹം പിൽക്കാലത്ത് മമ്മൂട്ടിയുടെ ദുബായ് മൂവി കണ്ട് കോടീശ്വരനാകാൻ ദുബായിലേക്ക് വണ്ടി കയറിയെന്നാണ് ജനസംസാരം. അങ്ങനെ പോയ വിക്രമൻ ചേട്ടൻ പിന്നീട് 2 മമ്മൂട്ടി പടങ്ങളുടെ റിലീസിന് അനുബന്ധിച്ചാണ് നാട്ടിൽ കാലുകുത്തിയത്. പട്ടാളം, ബിഗ് ബി. എന്തായാലും പിന്നീട് മലയാളം പടങ്ങൾ ദുബായിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയതുകൊണ്ട് വിക്രമൻ ചേട്ടൻ്റെ ഇങ്ങോട്ടുള്ള വരവും നിന്നു. എന്നിരുന്നാലും വിക്രമൻ ചേട്ടൻ്റെ ആ വരവ് കൊണ്ട് നമ്മുടെ കഥയിലെ മർമ്മപ്രധാനമായ 2 കഥാപാത്രങ്ങളാണ് ഉരുത്തിരിയുന്നത്. ഞാനങ്ങനെ താഴെ വീണേ. സമയം എന്തുവായി? യുവമാർക്ക് വേറെ പണിയില്ലേ? രാവിലെ തുടങ്ങി. ഒന്നെടുത്ത് നോക്കിയാലോ? അല്ലേ വേണ്ട, മൂട് പോവും. ചായ കുടിച്ചിട്ടാവാം ബാക്കി. അമ്മച്ചേ, തള്ള ചത്തോ? അനക്കൊന്നും കാണുന്നില്ലല്ലോ. കിടക്കുന്നു 100 രൂപ പിന്നെയും പോയി കിട്ടി. ഇനി വല്ല പൂച്ചയ്ക്ക് എങ്ങാനും കൊടുക്കാം. അമ്മച്ചി, ചായ. എണീറ്റോ കുരിപ്പോ? ആ ഗ്യാസിന്റെ മേളിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ചൂടാക്കി കുടിക്ക്. കുഴപ്പമില്ല. ഇന്നേതാ ഡേറ്റ്? അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? നിന്റെ ശമ്പളം എങ്ങാനും വരാനുണ്ടോ? എന്റെ അല്ല, അച്ഛന്റെ. അതെപ്പോഴേ വന്നു. വന്നോ? അമ്മ ഈ പ്രാവശ്യം ഈ ഫോൺ മേടിച്ചേരണേ. അല്ലാതെ മിക്സിയുടെ ജാറ്, കുക്കറിന്റെ വിസിൽ എന്നൊക്കെ പറഞ്ഞ് ഈ പൈസ കൊണ്ടേ കളഞ്ഞാലാ. ആടാ, ഫോൺ വെച്ച എനിക്ക് അരി ഉണ്ടാക്കി തരാം. അവന് ഫോൺ കിട്ടാത്തതിന്റെ കുറവുകൂടെ ഉള്ളു. കയ്യിലുള്ള ഫോൺ കൊണ്ട് തന്നെ മനുഷ്യനെ ഇവിടെ സഹിക്കാൻ വയ്യ. ഈ ഫോണാ? അമ്മ, ഈ ഫോണിലെ കുഴികളുണ്ടാ? ഇത്തരം കുഴികൾ നാട്ടിലെ റോട്ടിൽ പോലും ഇല്ല. അതൊക്കെ മതി. മര്യാദക്ക് മൊബൈൽ മേടിച്ചോന്നോ? അല്ലെ അച്ഛന്റെ ചിട്ടി പിടിച്ച് അമ്മ പുതിയ മോതിരം മേടിച്ചാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും. ഉറപ്പാണോ? മേടിച്ചു തരാം. അങ്ങനെ വഴിക്കുവാ ചേച്ചി. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ. അമ്മ, ബിന്ദു ചേച്ചി, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ആഹാ, ബിന്ദു എന്താ അവിടെ നിൽക്കുന്നേ? ബാ, എന്താ കയ്യില്? കുറച്ച് കപ്പ ചേച്ചി. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പോ എവിടെ പോയിട്ട് വരുവാ?
അപ്പുറത്ത് സുശീലയുടെ മോടെ കല്യാണം മുടങ്ങിയെന്ന് കേട്ട് ഞാൻ അവിടെ വരെ പോയിട്ട് വരുവാ. ചേടാ കഷ്ടമായി പോയല്ലേ. ആന്ന്, നല്ലൊരു കൊച്ചായിരുന്നു. പിന്നെ പട്ടണത്തിൽ പോയി പഠിച്ചതിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആരൊക്കെയോ പറയുന്നു. ആ എന്നാലും കൊച്ചിന്റെ കരച്ചിൽ കേട്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇത് ബിന്ദുവേച്ചി അഥവാ BBC ബിന്ദു. എല്ലാ നാട്ടിലെയും പോലെ ഈ നാട്ടിലെ പ്രഥമ വാർത്താ വിനിമയ കേന്ദ്രം. കപ്പ കൃഷിയാണ് തൊഴിൽ. ബിന്ദു ചേച്ചി എന്നൊക്കെ കപ്പ വെട്ടിയിട്ടുണ്ടോ അന്നൊക്കെ ഈ കൊച്ചു ഗ്രാമത്തിൽ വലിയ വലിയ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പം മുടങ്ങിയെന്ന് പറഞ്ഞ കല്യാണമില്ലേ, അതിന്റെ പിന്നിലെ കൈകളും മറ്റാരുടെയുമല്ല. അതൊക്കെ പോട്ടെ, വിക്രമേട്ടൻ വിളിക്കാറുണ്ടോ ചേച്ചി? വിളിക്കാറുണ്ട്. ഇന്ന് രാവിലെ കൂടി വിളിച്ചതേ ഉള്ളു. ഓ ഉണ്ടല്ലേ. എന്നാലും വിക്രമൻ ചേട്ടൻ കുറെ നാളായല്ലോ ചേച്ചി നാട്ടിലൊന്നും വരാത്തെ. നാട്ടിലൊക്കെ പറയുന്ന അവിടെ വേറെന്തൊക്കെയോ ബന്ധമുണ്ട് എന്നാ. നമ്മൾ പോലും വിചാരിക്കാതെയാ ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങള്. ഓ അങ്ങനെയൊന്നുമില്ല, അങ്ങാർക്ക് അവിടെ പിടിപ്പത് പണിയുണ്ട്. ചേച്ചി വിഷമിക്കണ്ട, പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തെ. ഇപ്പൊ തന്നെ എന്റെ മോടെ കാര്യം കണ്ടില്ലേ, ഇവന്മാര് പ്രാന്താന്നൊക്കെയാ പറഞ്ഞത്. ഒടുവില് സ്വാമി വന്നപ്പോഴല്ലേ അറിഞ്ഞത് ബാധയാണെന്ന്. അല്ല, നിന്റെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് മോക്ക് ഭജനയുണ്ട്. സ്വാമിയുടെ അവിടെ, അവളവിടെ പോയതാ. അപ്പൊ പിന്നെ അല്ല, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടാണോ നാട് കാണാൻ ഇറങ്ങിയേ? അതിപ്പോ എന്താ ചേച്ചി, എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് പാട്. ആരേലും വിളിക്കും. ഇപ്പൊ തന്നെ ഇവിടെ വന്നാ ചേച്ചി എന്നെ ഭക്ഷണം കഴിക്കാതെ വെറുതെ വിടുവോ? ഇല്ലല്ലോ. അതാ. അത് ശരിയാ, പക്ഷേ എന്നിവിടെ മീൻകറി മാത്രമേ ഉള്ളൂ. ഓ മതിയെന്നേ, ആ വിളിക്കാനുള്ള മനസ്സ് അതാണ്. അത് തറവാടികൾക്ക് മാത്രം ഉള്ളതാണ്. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് വരാം. ഇനി 2-3 വീട്ടിലും കൂടെ പോവാനുണ്ട്. അവക്ക് ഞാൻ എന്തോ കൊടുക്കും. പൂച്ചയ്ക്ക് പോലും വേണ്ട, ബിന്ദുവിന് കൊടുക്കാം. ആ ഇതെവിടെ ഇരിക്കട്ടെ. അമ്മ അമ്മ കഴിച്ചോ? ഓ നിങ്ങൾ കഴിച്ചോ? 1, 2, 3 പൊരിച്ച മീൻ. 2 എനിക്ക്, 1 അവന്. 1 2 എനിക്ക്. കുറച്ച് ഉള്ളി കൂടെ വെച്ചേക്കാം. ഉള്ളി കഴിഞ്ഞു. എന്ത് 2 മീൻ അധികം കയറിയിരിക്കുന്നത്? അതെന്ത് 2 ഇതിനകത്ത് ഇരിക്കത്തില്ല. എടാ, മൂത്തവൻ 2, ഇളവൻ 1. അത് മതി ഇവിടെ. അതെ, ഞാനാ വളരുന്ന പ്രായം. അപ്പൊ ഇളയവൻ കഴിച്ചിട്ട് മതി മൂത്തവൻ കഴിക്കുന്നത്. ഡാടാ, നീ ആ ഫോട്ടോ ഉണ്ടാ? അങ്ങനെ ഞാനാ നേരെ ചുവ ആഹാരം കിട്ടാതെ ഈ കൊലത്തിലായി. അതുകൊണ്ട് എനിക്ക് വേണം വറുത്ത മീൻ. ഇതെല്ലാം കൂടെ തിന്നിട്ട് എന്തിന്? ജോലിക്ക് വേണ്ടി ഇവിടെ കുത്തിരിക്കാല്ലേ? എടാ, കോമ്പസിനുണ്ടായവൻ. ഇവനെന്താ പേ പിടിച്ചോ? എന്റെ മീൻ പട്ടി, നീ വരുന്ന വാർത്ത ഞാൻ തിന്നൂടാ. ആ മീനും പോയി, ഈ മീനും പോയി. എടാ ചേടാ, വന്ന് ഈ മാസികയുടെ നടുക്കലത്തെ പേജൊന്നും കാണുന്നില്ലല്ലേ. ഇത് എവിടെ പോന്ന്? ഇവന്മാര് കപ്പലിന്റെ പൊതിയാനെങ്ങാണോ എടുക്കുന്നു? അമ്മ പെട്ടെന്ന് വാ, ദേ ചേട്ടന്റെ തൊണ്ടയിൽ മുള്ളു കുടുങ്ങി. മുള്ളോ? വാ തുറന്നേ. നീ പോയാ ടോർച്ചിന് എടുത്തോണ്ട് വാ.
ചേട്ടാ വാന്ന് തുറന്ന ഞാൻ നോക്കട്ടെ. ഒന്നുമില്ലടാ, അവനെല്ലാം അറിയാവുന്നതല്ലേ, ആ, അതെ. അവനെടുക്കും. എന്താ പറ്റിയേ? എന്താ പറ്റിയേ? അയ്യോ എന്താ പറ്റിയേ? തൊണ്ടയിൽ മുള്ളു കുടുങ്ങി. മുള്ളുകുടുങ്ങിയോ? അയ്യോ എന്റെ ദൈവമേ, എന്റെ ചെക്കന്റെ തൊണ്ടയ്ക്ക് മുള്ളുകുടുങ്ങിയല്ല. നാട്ടുകാരെ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ? നോക്കട്ടെ. ആ, 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 ആ. ആ, ആ, ടോർച്ച് അടിക്കടാ. നീ ആ കൈയൊന്ന് വിട്ടെ, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. മോൻ പോയി സുരേന്ദ്രൻ ചേട്ടന്റെ ഓട്ടോ വിളിച്ചോണ്ട് വന്നേ. എന്നാ ഞാനിപ്പോ വരാം. ആ. ബ്രേക്ക്. ഇവിടെ, ഇവിടെ, ഇവിടെ. വാ, 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 വാ. നിർത്ത് നിർത്ത് നിർത്ത്, ഞാനും കൂടെ ഉണ്ട്. എന്നെ ഒന്ന് ആ കവലയിൽ വിട്ടാ മതി. ഓ, ഇത് അറിയുന്നുമില്ലല്ലോ. ആ, വാ. ഓ, എവിടോട്ടെ ഈ സഞ്ചിയായിട്ട്? ഇതോ, ഇത് അരി ഒന്ന് കുറച്ച് പൊടിപ്പിക്കണം, പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങണം. ആ, പിന്നെ പ്രഷറിന്റെ മരുന്നും. ശരി ചേച്ചി, ഞാനിതിവിടെ കൊടുത്തിട്ടേ തിരിച്ചു വരുമ്പോ ഇവിടെ നിക്കാം. ഓ, നീ പൊയ്ക്കോ, ഇത് കൊറേ സമയം എടുക്കും. മോള് പതിനേം കഴിഞ്ഞ് വന്നു കാണും. വണ്ടി എടുക്ക്. എത്ര മഴയത്. അതുകൊണ്ടാ ഈസോഫാഗസ് ട്രക്കി ഞാൻ അന്നേരം പറഞ്ഞില്ലേ. കഴിഞ്ഞോ? ഞാനൊന്ന് നോക്കാം. ഇല്ല, അവിടെ തോന്നോട്ടോ മുള്ളിരിക്കുന്നത്. അത് ഞാൻ നോക്കിക്കോളാം. രാജീവ്, 2 കിലോ അരി, 1 കിലോ പഞ്ചസാര, 250 തേയില. അതാരാച്ചി. ആ പിന്നെ മോന്റെ തൊണ്ടയിൽ മുള്ള് കുടുങ്ങിയെന്ന് പറയുന്ന കേട്ടല്ലേ? ഓപ്പറേഷൻ കാണുമെന്ന് പറയുന്നല്ലേ? അല്ല, രാജീവിനോട് ഇത് ആര് പറഞ്ഞു? ഓരോരുത്തരും പറയുന്ന ചേച്ചി. അല്ലേലും നിന്റെ മോനത്തിന് ആർത്തി കൂടുതലാ. എങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ള അതിശയം. അരി ഒന്ന് കുറച്ച് പൊടിപ്പിക്കണം, പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങണം, പ്രഷറിന്റെ മരുന്നും. ചെറുക്കൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓ, ആശ്വാസമായി. നാട്ടുകാരല്ലേ ഇപ്പൊ നമ്മുടെ ചെക്കനെ പറ്റിയാ സംസാരിക്കുന്നേ. എന്തൊക്കെയോ ദോഷങ്ങൾ ഉണ്ടെന്നാ പറയുന്നേ. ബിന്ദു എന്താ ഇപ്പം വന്നേ? അതെ, മോടെ ബാധ ഒഴിപ്പിക്കുന്ന ഒരു പൂജയുണ്ട്, അത് പറയാൻ ഇങ്ങോട്ട് വന്നത്. ഇതാ. ആ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ സ്വാമി ചേച്ചിയോട് മക്കളെ കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തൊക്കെയോ ദോഷം ഉണ്ടെന്നാ പറയുന്നേ. എല്ലാം അറിയുന്ന സ്വാമിയല്ലേ. ആണല്ലേ? ആ, എനിക്കും തോന്നി. ചേച്ചി ഏതായാലും മക്കളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോ. ഞാനിപ്പോ പോകുന്നു കേട്ടോ. ശരി. ഓഹ്, ഇപ്പോഴാ നമ്മുടെ സ്വാമിയുടെ കാര്യം ഓർത്തെ. സ്വാമിയുടെ വരവിനെ കുറിച്ച് അധികം ആർക്കും വലിയ പിടുത്തമൊന്നുമില്ല. ഒരു ദിവസം സ്വാമി അമ്മിണിക്കടവിലുണ്ടായിരുന്നു. സ്വാമിയുടെ പേരെന്താണെന്നോ സ്ഥലം എവിടെയാണെന്നോ ഒന്നും ആർക്കും അറിയില്ല. സ്വാമിക്ക് ഭയങ്കര ശക്തിയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അനുഭവസ്ഥരുണ്ടേ. രാത്രി ഒരു 8-8:30 മണിയായി കാണും. ഞാൻ ആ കിങ്ങിണിപ്പാലം കഴിഞ്ഞ് ഇങ്ങനെ വരുവാ. അന്നേരം ഉണ്ടടാ പിറവിൽ എന്തോ ഒരു ശബ്ദം. നടക്കും തോറും ഇങ്ങനെ ശബ്ദം കൂടി 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 വരുന്നു. ഞാനൊന്നും നോക്കില്ല, ഞാനൊരു ഒറ്റ ഓട്ടം അങ്ങ് വെച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബോധം പോയി. ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഉണ്ടടാ നമ്മുടെ സ്വാമി ഒരു മുന്ത വെള്ളമായിട്ട്. പക്ഷെ നാട്ടുകാർ പറയുന്ന പാലത്തിനപ്പുറം തങ്കമണി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അവരെ കെട്ടുവനെ കണ്ടിറങ്ങി ഓടിയെന്ന. നാട്ടുകാർ നാലുകൾക്ക് എന്തുകൊണ്ടെന്ന് പറയാലോ, അതല്ലേ ഇവിടുത്തെ വിഷയം. സ്വാമിയുടെ ശക്തി.
കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിലെ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയില്ലായിരുന്നു. വിളിച്ചിട്ട് ഒരുത്തനെയും കിട്ടുന്നില്ല. അപ്പോഴാ നമ്മുടെ സ്വാമി വരുന്നു. സ്വാമി തെങ്ങി നടന്ന് കയറി തേങ്ങ ഇട്ടോണ്ട് വന്ന്. എന്നിട്ടെന്താ, ആ തേങ്ങ അരച്ച് ചമ്മന്തിയും കൂട്ടി കഞ്ഞിയും കുടിച്ചിട്ടാ സ്വാമി ഇവിടുന്ന് പോയത്. എല്ലാം നാം ആ കണ്ണിൽ കണ്ടിരിക്കുന്നു. എല്ലാത്തിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഇരിക്കും. അമ്മേ ദേവി മഹാമായേ. ഇരിക്കടാ അങ്ങോട്ട്. സ്വാമി, ഇവന്റെ സമയം ഒന്ന് നോക്കണം. ശരിയാക്കി തരാം. ഇതെന്താ സ്വാമി? ഇതറിയില്ലേ? പുതിയ ടെക്നോളജിയാ. അങ്ങ് അമേരിക്ക നടക്കിയതാ. ഐപാഡ്. ഇതാകുമ്പോ ജനത്തിൽ സമയം കൊടുത്താലേ കഴിവുള്ള സാമ്യം അടിച്ച സാധനം വരും. ഏത് സ്വാമി? അതല്ല, ഇതിനകത്താകുമ്പോ നമ്മുടെ കഴിവ് വെച്ച് ജാതകം പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഏത് അമ്മ, ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ഇങ്ങനെ ഉടായിപ്പ. ശരിയാക്കി തരാം. ശാപം, കൊടും ശാപം. പണ്ട് നിങ്ങളുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ഈ നാട് ഭരിച്ചിരുന്നൊരു രാജാവായിരുന്നു. ഒരുപാട് ആനയും കുതിരയും ഒരു തറവാടായിരുന്നു ഇവിടെ. അങ്ങനെ നിങ്ങളുടെ മുത്തച്ഛൻ്റെ ആഗ്രഹം വേറെ എങ്ങും കിട്ടാത്ത അങ്ങ് ഹിമാലയൻ സാധനങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു മത്സ്യം കഴിക്കാൻ. പലരും ശ്രമിച്ചു. പിന്നെ അന്നത്തെ പോലെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. പലരും പോകും, മത്സ്യം കൊണ്ടുവരും, ചീത്തയാവും, കൊണ്ടുവരും, ചീത്തയാവും, കൊണ്ടുവരും, ചീത്തയാവും, കൊണ്ടുവരും, ചീത്തയാവും, കൊണ്ടുവരും, ചീത്തയാവും, കൊണ്ടുവരും, ചീത്തയാവും. അങ്ങനെ 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 നിങ്ങളുടെ മുത്തച്ഛൻ ആ മത്സ്യം കഴിക്കാൻ പറ്റാതെ മരണക്കിടക്കെ കിടന്നുണ്ട്. കണ്ടില്ലേ, ദുഷ്ടശക്തികൾ മുടക്കാൻ നിൽക്കണേ. ഇതിന് പ്രതിവിധി ഒന്നുമില്ലേ സ്വാമി? ഉണ്ട്. അതിപുരാതനമായ അങ്ങ് ഹിമാലയൻ സാനുക്കളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക മത്സ്യം. അതിനെ കൊണ്ടുവന്ന് വർഷത്തിലൊരിക്കൽ പൂജ നടത്തിയാൽ നിങ്ങളുടെ പ്രശ്നമെല്ലാം കംപ്ലീറ്റ് മാറും. ഈ മീൻ എവിടെ കിട്ടും സ്വാമി? ഈ മീനിപ്പോൾ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ മറ്റേ കാലാവസ്ഥ വ്യതിയാനം അതെല്ലാം കൂടെ ഉണ്ട്. ഗ്ലോബൽ വാണിംഗ്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫീ, UST, GST, IST എല്ലാം കൂടെ ചേർത്ത് ഒരു മീൻ 5000 രൂപയാവും. പക്ഷെ നിങ്ങൾ മേടിക്കണ്ട. ഒരു വർഷത്തേക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സാധനം 40,000 രൂപയ്ക്ക് ഞാനങ്ങ് തരാം. 20,000 രൂപ നിങ്ങൾക്ക് ലാഭം. ഇത്രയും പൈസയോ? ആലോചിച്ചിട്ട് പോരെ, നമുക്ക് വല്ല അയില വേണ്ട, ചൂര വെച്ച് തന്നെ ചെയ്യാം. പക്ഷേ പൂജ കഴിയുന്നതോടെ പഴയ പ്രൗഢി തറവാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു തുകയാണോ? ആണല്ലേ? എന്നാ കുഴപ്പമില്ല സ്വാമി, പൈസ ഞാൻ ഇപ്പൊ തന്നെ തരാം. അല്ലമ്മന്റെ ഫോൺ ഒന്നടങ്ങടാ, നമുക്ക് ആനയും കുതിരയൊക്കെ കിട്ടാൻ പോവാ. അതിലൊന്നിനെ വിറ്റ് നിനക്കൊരു ഫോൺ മേടിച്ചു തരാം. ആ പൈസ കൊടുക്കാൻ നശിച്ചുകൂടാ നീ. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് അടുത്ത 3-ാം തീയതി വരിക. മത്സ്യം ഞാൻ അപ്പോഴേക്ക് റെഡിയാക്കി വെക്കാം. പിന്നെ ഇവനോട് മത്സ്യം തൊടണ്ടെന്ന് തന്നെ പറയണം. ആളഭയം വരെ സംഭവിക്കാം.
മനുഷ്യൻ ആറ്റുനോറ്റ് കിട്ടാനൊരു ഫോണാ കയ്യിൽ നിന്ന് പോയേ. ആ സ്വാമിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കാലെടുത്ത് മാറ്റരാ. അവന്മാരൊന്ന് വിളിച്ചാലോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ശാപമെല്ലാം കിട്ടിയാലുണ്ടല്ലോ മോനെ. അല്ലേലും ഇപ്പോഴത്തെ മീൻ മൊത്തം കെമിക്കലാണല്ല. നീ ഞങ്ങളെ പോലെ ചുമ്മാ അസുഖം ഒന്നും വരുത്തി വെക്കണ്ട. എനിക്ക് മീൻ ഫ്രൈ കഴിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ ചിക്കൻ ഫ്രൈ അടിച്ചൂടെ? വേണ്ട, നീ ഒന്നും എൻ്റെ കൂടെ വെക്കണ്ട. നീക്ക് ക്ലിപ്പ് ചോദിച്ചോണ്ട് വരല്ലേ, അപ്പം തരാം. അയ്യോ അതൊന്നും വേണ്ട, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. അല്ലേലും 21-ാം നൂറ്റാണ്ടിൽ നമ്മളെപ്പോലെ ന്യൂ ജനറേഷൻ ഒക്കെ ഇതിലൊക്കെ വിശ്വസിക്കേണ്ട കാര്യം ഉണ്ടാടാ. ഏത് 3 പേരും കിങ്ങിണി പാലത്തിനടിയിലിട്ടോ, അവിടെ വെച്ച് പ്ലാൻ ചെയ്യാം. പിന്നല്ല. ഇതെന്താ? ടൂൾസ്. ഇതുകൊണ്ട് നമ്മൾ പോന്നു, അങ്ങനെ അടിക്കുന്നു, നാട്ടിൽ നിന്ന് ഓടിക്കുന്നു. എല്ലാം എന്നാ പിടിച്ചോ. കൈക്ക് തലമണ്ടയ്ക്ക് എന്നോട് വന്നു കേട്ടോ. അടി കൊണ്ടവൻ തൂങ്ങ. എനിക്കിങ്ങനത്തെ സാധനമൊന്നും വേണ്ട, എൻ്റെ വേറെ ഐറ്റം ഉണ്ട്. ബാറ്റ്മാൻ, സ്പൈഡർമാൻ, അയൺമാൻ. ഇതെന്ത് മാൻ? കണ്ടിട്ട് അതിശയല്ല കൊച്ചിനെ പോലുണ്ട്. ഇതാരാ? ഇതിന്റെ അച്ഛൻ പൊന്മാൻ. മര്യാദ എത്തിറാ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാ അവന്റെ കോണാത്തിലൊരു കഥ. കഴപ്പങ്ങ് മാറി. ഇങ്ങനെ കണ്ടാ നമ്മളെ ആരും തിരിച്ചറിയില്ല. മാറി കിടങ്ങോട്ടെ. രമണി ചേച്ചിയുണ്ട് കുറേ. ഒരു ക്ലിപ്പിന് വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെ ഇങ്ങനെ തന്നെ ഓരോരോ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. മിണ്ടായിടാ അവിടെ. എൻ്റെ തക്കൂട് എന്തിനാ പേടിക്കുന്നത്? അടുത്ത ആഴ്ച ഹോമം നടക്കത്തില്ലേ? അപ്പോൾ ഈ നാട്ടിനെ പറ്റി നമുക്കങ്ങ് പോവാന്ന്. പിന്നെ ഹോമത്തിൽ നീ നിൻ്റെ പെർഫോമൻസ് കണക്കിരിക്കും കാര്യങ്ങൾ. പിന്നെ ബാക്കി ചേട്ടനേറ്റ്. പിന്നെ ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ കളി. എടാ നാറി, ഇതായിരുന്നല്ലേ നിന്റെ പൂജ? ശരിയാക്കി തരാം, ഇപ്പോഴല്ല പിന്നെ. പൂജ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി. ആ തുടങ്ങി. ബിന്ദു എന്തിയേ? ബിന്ദുവിന് ഇതൊന്നും കാണാൻ വയ്യ, ഞാൻ അപ്പുറത്ത് മാറിയിരിക്കുക. ഞാൻ അപ്പുറത്തേക്ക്. ഓം ക്രീം ഹ്രീം ഹ്രീം ഫട്ട് 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 സ്വാഹ. ഓം ക്രീം ജബലത്തണ്ടതവേ എൻ്റെ പുത്രാക്ഷിയമ്മേ. അമ്മേ ദേവി. കണ്ടിട്ട് സുധർമ്മ ചേച്ചിയുടെ പ്രേതാന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറയാ? സുധർമ്മ ചേച്ചി അറിയത്തില്ലേ? പണ്ടൊന്ന് ഡോണിയാവാൻ വേണ്ടിട്ട് ബോംബെ പോയതാ. എന്നിട്ട് എന്താ അവനെ ഡോണി രക്ഷിക്കാൻ വേണ്ടി വെടിയിടക്കിട്ട് ചാടി. അവസാനം അറഞ്ഞം പുറഞ്ഞം വെടിയും കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ 2-3 ചാക്ക് ബുള്ളറ്റാ കിട്ടി. ഇന്ന് നീ എന്റെ ശക്തി അറിയും. എന്നെ കൊണ്ട് വെറുതെ വഴിയെടുപ്പിക്കരുത്. വഴിയാക്കി ശരീരം വിട്ട് ഒഴിഞ്ഞു പോകാൻ നിനക്ക് നല്ലത്. അമ്മേ ശക്തി തരൂ. റേഷൻ കട അരി മേടിക്കാൻ.
2 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. അവസാനത്തെ മുറ അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. മതി. അവസാനത്തെ മുറ അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. പുറത്ത് പോ. പുറത്ത് പോകാനാ പറഞ്ഞത്. നീ വീഴണം അതിന്റെ കളി. പുറത്ത് പോ. എന്റെ തക്കൂട് എന്തിനാ പേടിക്കുന്നത്? അടുത്ത ഹോം നടക്കത്തില്ലേ? അപ്പൊ ഈ നാട്ടിനെ പറ്റി നമുക്കങ്ങ് പോവാന്ന്. പിന്നെ ഹോംസിൽ നീ നിന്റെ പെർഫോമൻസ് കണക്കിരിക്കും കാര്യങ്ങള്. പിന്നെ ബാക്കി ചേട്ടനേറ്റ്. പിന്നെ ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ കളി. Escape! ചേട്ടാ എന്നെ കൂടെ കൊണ്ടുപോ. ചേട്ടാ ചേട്ടാ അയ്യോ അയ്യോ. അങ്ങനെ വീണ്ടും ഒരു നാൾ ആ ഗ്രാമത്തിൽ ആ സ്പീക്കർ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് വെള്ളം അങ്ങോട്ട് കുടിക്കുക. താങ്ക്സ്. ഇനിയാണ് റിവെഞ്ച് സ്റ്റോറി. അത് താൻ എഴുതണം. ഞാനോ? തനിക്ക് പ്രൊഡ്യൂസറിനെ വേണോ അതോ വേണ്ടയോ? അത് വേണം. എന്നാ ബാക്കി റിവെഞ്ചിനുള്ള കഥ ഒരു ലൂപ്പോള് പോലും ഇല്ലാതെ താൻ എഴുതണം. എന്നാൽ ശരി സാർ, ഞാനാണെങ്കിലേ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം ശരിയാക്കാൻ പറ്റുമെന്ന്. ആ പെട്ടെന്ന് വേണം. ഓക്കെ സാർ. ഓക്കെ. അല്ല സാർ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, മുഖത്തെന്താ ഈ പാട്?